നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്രയാർ കിഴക്കേനട പയ്യന്നൂരിൽ കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിലെ മുഖ്യ സൂത്രധാരനായ നബീലിനെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടി. CPM കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദ്രാപിന്നി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി ഒരാളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. തൃപ്രയാർ കിഴക്കേനട പയ്യന്നൂരിൽ കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിലെ മുഖ്യ സൂത്രധാരനായ നബീലിനെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടി. തൃശൂർ ജില്ലാ റൂറൽ പോലീസ് മേധാവി മുഹമ്മദ് നജീമുദ്ദീൻ IPS നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയത്. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ $US തരാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് പാലക്കാട് നിന്നും 4 പേരെ വിളിച്ചു വരുത്തി അവർ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ചില്ല് തല്ലിപ്പൊളിച്ച് കാറിലുണ്ടായിരുന്നവരെ വെട്ടി പരിക്കേൽപ്പിച്ചാണ് പണവും മൊബൈൽ ഫോണും കവർന്നത്. മലപ്പുറം അരീക്കോട് സ്വദേശിയാണ് നബീൽ. കവർച്ചയ്ക്ക് ശേഷം ബാംഗ്ലൂരിലെ ആഡംബര വില്ലയിൽ കാമുകിയുമൊത്ത് കഴിയുകയായിരുന്നു നബീൽ. ബുധനാഴ്ച കാമുകിയുമൊത്ത് ദുബായിലേക്ക് അടക്കാനിരിക്കുകയാണ് ഇയാൾ പിടിയിലായത്. CPM കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദ്രാപിന്നി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാരിന്റെ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കത്തിൽ നിന്നും UDF സർക്കാർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം AT ടൈസൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് അധ്യക്ഷനായി. നേതാക്കളായ അഡ്വക്കേറ്റ് AD സുദർശനൻ, VA കൊച്ചുമോദിൻ, KC ശിവരാമൻ, സറാബി ഉമ്മർ, MD സുരേഷ്, KA അഖിലേഷ്, CB അബ്ദുൾ സമദ്, ഗീതാ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. അന്ന് പാർലമെന്റിൽ 2020 പാസ്സാക്കിയ സമയത്ത് RSS പറഞ്ഞൊരു കാര്യം മാത്രം നോക്കിയാൽ മതി. അവർ പറഞ്ഞു 60% കാര്യങ്ങളെ ഞങ്ങൾ പറഞ്ഞു നടക്കാവുന്നുണ്ട്. 60%. RSS പറയും 60% നമുക്ക് മനസ്സിലാവില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഭരണഘടന ഒരിക്കൽ പോലും അല്ലെ അത് അംഗീകരിക്കാത്ത പ്രസ്ഥാനത്തിന്റെ പതാകവാഹകരാണ് പറയുന്നത് എന്ന് ആയിട്ടുണ്ട്. 60% ആയിട്ടുണ്ട്. ഇത് 40ലേക്ക് കടക്കേണ്ടതുണ്ട്. എന്നാൽ ഈ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കില്ലാതെ 2022 പുതിയ പദ്ധതി വന്നു, PM-ശ്രീ പദ്ധതി. PM-ശ്രീ പദ്ധതി വന്നപ്പോ ആദ്യത്തെ അറിയോ, നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ആദ്യത്തെ അതാണ്, അത് പ്രചരിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. വ്യാപാരി പ്രതിനിധികൾ, അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥാപന ഉടമകൾ, റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, ഫ്ളാറ്റ് ഉടമകൾ, ഹോട്ടൽ ഉടമകൾ, ബേക്കറി, കൂൾബാർ എന്നിവയ്ക്കാണ് സെമിനാർ നടത്തിയത്. കാളിക്കുട്ടി സ്മാരക സംസ്കാര നിലയത്തിൽ നടന്ന പരിപാടിയിൽ പൊതുജനാരോഗ്യ സംരക്ഷണം, ഷിഗല്ല, ടൈഫോയിഡ്, ഡെങ്കിപ്പനി, എലിപ്പനി, ക്ഷയരോഗം, മാലിന്യ സംസ്കരണം, ശുചിത്വ മാനദണ്ഡങ്ങൾ, കൊതുകുജന്യ രോഗപ്രതിരോധം, ഭക്ഷ്യസുരക്ഷ, നിരോധിത പ്ലാസ്റ്റിക് ഉപയോഗ നിയന്ത്രണം, അതിഥി തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങളിലെ ആരോഗ്യ ശുചിത്വ ക്രമീകരണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ക്ലാസുകൾ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അജിത പ്രദീപ്, വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ നവമി പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ നീതു സുജേഷ്, ഗീത മോഹൻദാസ്, സാജിദ അഷ്റഫ്, രജനി സത്യൻ, ഷനിത ലെനിൻ, നസ്ലിൻ സിനേഷ്, ഉമറുൽ ഫാറൂഖ്, PA ഷാജഹാൻ, KB അച്ചേഘോഷ്, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു ജേക്കബ്, പെരിഞ്ഞനം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ TS ജീന, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ VM ലിനി, AS രബിത, KS ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി ഒരാളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലൂർ ദേശം ചിറയത്ത് വീട്ടിൽ ബ്ലിക്സനാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആലയങ്ങാട് പ്രദേശത്ത് പുതുക്കാട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്.
പ്രതിയെ അറസ്റ്റ് ചെയ്ത് NDPS നിയമത്തിന് പുറമെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പായ സെക്ഷൻ 77 കൂടി കൂട്ടിച്ചേർത്താണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പുതുക്കാട് സബ് ഇൻസ്പെക്ടർമാരായ സുബിന്ദ് KS, ഋഷി പ്രസാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ്, ഷിനോജ്, മനീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ, നവീൻ കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കൊടുങ്ങല്ലൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കാലാവധി കഴിഞ്ഞ പാൽ പിടികൂടി. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന കമിൻസൂൺ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് 64 പാക്കറ്റുകളിലായി 32 ലിറ്റർ പാൽ പിടിച്ചെടുത്തത്. ശീതളപാനീയ വിൽപ്പന സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് കാലാവധി കഴിഞ്ഞ പാൽ പിടികൂടിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ എബീഷ് K. ആന്റണി, ജയജമാരായ S. മഹേഷ്, പ്രിയ എന്നിവരടങ്ങിയ സംഘമാണ് റെയ്ഡ് നടത്തിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാസലഹരിയുമായി യുവാവ് അറസ്റ്റിൽ. ഒഡീഷ്യ സ്വദേശി സുഗം മാലിക്കിനെയാണ് 4.84 ഗ്രാം ഹെയറോയിനുമായി തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും റെയിൽവേ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തൂഫാൻ ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ VJ റോയ്, RPF SI ഗീതു കൃഷ്ണൻ, എക്സൈസ് ഇൻസ്പെക്ടർ KM സജീവ്, പ്രിവന്റീവ് ഓഫീസർമാരായ TJ രഞ്ജിത്ത്, K. ലത്തീഫ് തുടങ്ങിയവർ രാസലഹരി പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ DYFI കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബാരിക്കേഡ് നിരത്തി പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ നടത്തിയ ശ്രമം ശക്തമായതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. പ്രവർത്തകർ പലരും മുദ്രാവാക്യം വിളികളോടെ ബാരിക്കേഡിൽ കയറിയതോടെ രണ്ടാമതും ജലപീരങ്കി പ്രയോഗിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താനേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. വാർത്താനേരം തുടരുന്നു. അതിരപ്പള്ളിയിൽ KSRTC ബസിന് നേരെ കാട്ടാന ആക്രമണം. ആളഭയമില്ല. ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. മലക്കപ്പാറയിൽ നിന്നും വന്ന ചാലക്കുടി ഡിപ്പോയിലെ ബസിന് നേരെയായിരുന്നു ആക്രമണം. വാഴച്ചാലിനും അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനുമിടയിൽ റോഡിൽ നിന്ന് 2 ആനകളിൽ ഒന്നാണ് ബസിന് നേരെ പാഞ്ഞെടുത്തത്. ബസിന്റെ ഇടതുഭാഗത്തെ തുമ്പിക്കൈ കൊണ്ട് തട്ടി. ഇതോടെ യാത്രക്കാർ പരിഭ്രാന്തരായി. ഡ്രൈവർ നിർത്താതെ ഹോൺ മുഴക്കിയപ്പോൾ ആന തിരിച്ചു കാടുകയറി. ദേശീയപാത നെടുമ്പാശ്ശേരി ഫാർമസി കവലയിലുണ്ടായ വാഹനാപകടത്തിൽ കരുവന്നൂർ സ്വദേശികളായ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. പുറക്കാട് പുരയാട്ടുപറമ്പിൽ ഗോകുൽ, ആറാട്ടുപുഴ പുത്തരിപ്പള്ളം അശ്വിൻ എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു കയറിയായിരുന്നു അപകടം. പെരിങ്ങോട്ടുകരയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യം പരിശോധിക്കും ആഭ്യന്തരമന്ത്രി. വർഷങ്ങളായി പ്രദേശവാസികൾ ഉന്നയിക്കുന്ന പെരിങ്ങോട്ടുകരയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന ആവശ്യം വിശദമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയിൽ അറിയിച്ചു. ഇത് സംബന്ധിച്ച് ഗീതാഗോപി MLA നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടിയായാണ് ആഭ്യന്തരമന്ത്രി നിയമസഭയിൽ പ്രതികരിച്ചത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തന പരിധി വളരെ വിശാലമാണെന്നും ജനസംഖ്യയും പഞ്ചായത്തുകളുടെ എണ്ണവും ക്രിമിനൽ കേസുകളും വർദ്ധിച്ച സാഹചര്യത്തിൽ പുതിയ പോലീസ് സ്റ്റേഷൻ അനിവാര്യമാണെന്നും MLA സഭയിൽ ചൂണ്ടിക്കാട്ടി. പെരിങ്ങോട്ടുകര കേന്ദ്രമാക്കി പുതിയ പോലീസ് സ്റ്റേഷൻ അനുവദിക്കണമെന്ന ആവശ്യമാണ് MLA സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. 88 സെന്റ് ഭൂമി പെരിങ്ങോട്ടുകരയിലുണ്ട് സാർ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുള്ള ഭൂമി ഈ പോലീസ് സ്റ്റേഷന് വേണ്ടി മാറ്റിത്തന്ന് അതിന് പുതിയൊരു കെട്ടിടം പണിത് ക്യാബിനറ്റ് തീരുമാനം പെരിങ്ങോട്ടുകരയിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നാട്യമണ്ഡലത്തിന് വലിയൊരു അഭിമാനമാണ് സാർ. അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നു സാർ.
അന്വേഷിക്കാൻ പോലീസ് കുറവ്. ഒരു വാഹനം മര്യാദയ്ക്കില്ല. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, അന്തിക്കാട് സ്റ്റേഷൻ പോലെ 3 സ്റ്റേഷനാണ്, വലപ്പാട്, അന്തിക്കാട്, ചേർപ്പ്. അങ്ങൊന്ന് പരിശോധിക്കണം SP വിളിച്ച്. പ്രദേശത്തിന്റെ ഭരണപരവും നിയമസമാധാനപരവുമായ ആവശ്യകതകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗീതാഗോപി MLA സഭയിൽ ഉന്നയിച്ച അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ വാഹനക്ഷാമത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന ആവശ്യം പരിഗണിച്ച് അന്തിക്കാട് പോലീസിന് പുതിയ ജീപ്പ് ഉടൻ അനുവദിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി നിയമസഭയിൽ MLAക്ക് ഉറപ്പ് നൽകി. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് അന്തിക്കാട് പോലീസ് ജനമൈത്രി സമിതിയുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് ഗീതാഗോപി MLAക്ക് നിവേദനം നൽകിയിരുന്നു. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവർക്ക് അപേക്ഷയും നൽകിയിരുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് ജനകീയ കൺവെൻഷൻ ജനമൈത്രി സമിതി വിളിച്ചു ചേർക്കുന്നുണ്ട്. പെരിങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ എന്ന ദീർഘകാല ആവശ്യത്തിന് സർക്കാർ തലത്തിൽ അനുകൂല പ്രതികരണം ലഭിച്ചതോടെ പ്രദേശവാസികൾക്ക് പുതിയ പ്രതീക്ഷയാണ് കൈവന്നിരിക്കുന്നത്. ആവശ്യങ്ങൾ കണക്കിലെടുത്ത് കേസുകളുടെ എണ്ണം, ജനസാന്ദ്രത, വിസ്തൃതി എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ മുൻഗണനാക്രമം തീരുമാനിക്കാൻ പോവുകയാണ്. എവിടെല്ലാമാണ് ആദ്യം പോലീസ് സ്റ്റേഷനുകൾ വേണ്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ. അത് അങ്ങ് ബഹുമാനപ്പെട്ട അങ്ങ് ഇവിടെ പറഞ്ഞ ഗീതാഗോപി പറഞ്ഞത് ശരിയാണ്. പെരിങ്ങോട്ടുകരയിൽ നമ്മൾ അന്ന് ഒരു ഔട്ട് പോസ്റ്റ് ഇനോഗ്രേറ്റ് ചെയ്തതാണ്, നാട്ടുകാർ നിർമ്മിച്ചു തന്നതാണ്, അതെല്ലാം വാസ്തവമാണ്. ഏതായാലും ഒരു കാര്യം ഞാൻ ഇപ്പോൾ അംഗീകരിക്കുന്നു, അന്തിക്കാട് പോലീസ് സ്റ്റേഷനൊരു പുതിയ വാഹനം ഉടൻ തന്നെ നൽകും. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് മാളയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച 1/4 കിലോ കഞ്ചാവുമായി അറസ്റ്റിലായ പ്രതി റിമാൻഡിലേക്ക്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽപ്പന നടത്തുന്നതിനായി കഞ്ചാവ് സൂക്ഷിച്ച പുത്തൻചിറ വേളൂർ ദേശം വലിയകത്ത് വീട്ടിൽ മുഹമ്മദ് റാഫി എന്നയാളെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 22-ാം തീയതി വൈകിട്ട് 6:30 മണിയോടെ വെള്ളൂർ പ്രദേശത്ത് മാള പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 1/4 കിലോയോളം കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. കുട്ടികളെ ലഹരി ഉപയോഗത്തിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ വിൽപ്പന നടത്തിയതിനാലാണ് പ്രതികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചത്. ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് സെക്ഷൻ 77 കൂടി ഉൾപ്പെടുത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ കിഴക്കേനട പൈനൂരിൽ കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിലെ മുഖ്യ സൂത്രധാരനായ നബീലിനെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടി. CPM കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദ്രാപിന്നി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി ഒരാളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.